വേനൽ മഴ കനത്തതോടെ വെള്ളക്കെട്ടായി തലസ്ഥാനം. വള്ളക്കടവ് സുലൈമാൻ മുക്കിലെ വെള്ളക്കെട്ടിൽ വീണ് വീട്ടമ്മയുടെ കാലിന് പരിക്കേറ്റു. CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ കഴിഞ്ഞ 25 വർഷമായി ഈ സ്ഥിതി തുടരുകയാണെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഇങ്ങനെ റോഡ് കുഞ്ഞുകുട്ടിയും കൂടെ എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു, മോനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയേനെ. കുഞ്ഞിനെ വെച്ചിട്ടാണ് വന്നത്, ഒരു അത്യാവശ്യമായിട്ട് ഇടവഴി കൂടെ അങ്ങ് കയറി വന്ന. ഈ റോഡ് ഇത്രയും ബ്ലോക്കാണ് നമുക്ക് അറിഞ്ഞുകൂടാ. കാല് വരെ അതാ പൊട്ടി. തലസ്ഥാനത്തെ തന്ത്രപ്രധാന സ്ഥലങ്ങളിലൊന്ന്, ആഭ്യന്തര വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന വഴികളിലൊന്ന്. ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ വന്നു പോകുന്ന വഴി. സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും അടക്കം കടന്നു പോകുന്നതും ഇതേ വഴിയിൽ. ഇവിടെയാണ് ഈ വെള്ളക്കെട്ട് വില്ലനാകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ട്. ഒരിടത്ത് ഇറങ്ങാനോ കയറാനോ വയ്യ. എല്ലായിടത്തും ഉണ്ട്. കഴിഞ്ഞ 25 വർഷമായി CPM ഭരിക്കുന്ന വാർഡാണ് ഇത്. പരാതികളും നിവേദനങ്ങളും നിരവധി സമർപ്പിച്ചു. യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികളുടെ വ്യാപക പരാതി. ഇവിടുത്തെ MLA ആയിരുന്നാലും ഇവിടുത്തെ കൗൺസിലർമാരായിരുന്നാലും ഒരു രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാകാം. പക്ഷേ പ്രാദേശികവാസികളായ ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള ദുരിതം മാറിക്കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹമേ ഞങ്ങൾക്കുള്ളൂ. ഈ മഴ അങ്ങോട്ട് കഴിയുമ്പോൾ ഈ വെള്ളം അങ്ങോട്ട് പോകും. ഇത് എല്ലാവരും ജനങ്ങൾ മറക്കും, അവരും മറക്കും. വീണ്ടും ഇതേപോലെ മഴ സമയങ്ങളിൽ വീണ്ടും ഈ ദുരിതം ഈ പ്രദേശവാസികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ പരാതികളാണ് ഈ ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത്. അധികൃതർ ഇതിനൊരു നടപടി ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ജനങ്ങളും പരാതിപ്പെടുന്നത്. വലിയ പരാതിയും വലിയ പ്രതിഷേധങ്ങളുമൊക്കെ പലതവണ ഉണ്ടായതാണ്. 25 വർഷത്തോളമായി ഇവിടുത്തെ ഈ സാഹചര്യം, വെള്ളക്കെട്ട് ഇങ്ങനെ തുടരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതി വളരെ വ്യാപകമാണ്. ക്യാമറമാൻ ബിജു പ്രവീണിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.